പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 39-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുന്നു. അപ്പോൾ ദുഷ്ടൻ അടുത്തിരിക്കുമ്പോഴാണ് ഈ സങ്കീർത്തനക്കാരൻ ഈ സങ്കീർത്തനം എഴുതുന്നത്. അപ്പോൾ ജീവിതത്തിൽ ദുഷ്ടന്മാർ നമ്മുടെ അടുക്കൽ കടന്നു വന്ന് പലപ്പോഴും നമ്മളെ നാവ് കൊണ്ട് പാപം ചെയ്യുവാനൊക്കെ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഡമനകടകലാതി അതിന് രണ്ടാം ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്, ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു. അപ്പം ഉരിയാടാതെ ഊമനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നതായിട്ടും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. 3 കാണുന്നത്, എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എൻ്റെ ധ്യാനത്തെങ്കിൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. നമ്മുടെ അടുക്കൽ ദുഷ്ടനോ ആരെങ്കിലും ഇരുന്ന് പാപം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഗണ്യമാക്കാതെ നമ്മൾ പ്രാർത്ഥനയോടും ആരാധനയോടും ഇരിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ട് ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ശന്തൽ പ്രൗഢലാതി മനകടകലാതി ദൈവിക നിയോഗം പ്രാപിച്ച ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ദൈവത്തെ അവിടെ കാണാൻ കഴിയും, നമുക്ക് ദൈവത്തോട് സംസാരിക്കാൻ കഴിയുന്നതാണ്. ഈ ദൈവത്തിൻ്റെ വചനത്താൽ നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ.